Good morning to all. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഫസ്റ്റ് വൺ, persuasion and exchange. The nature of advertising is persuading and attracting the customers who bring in money for the exchange of the product or service. അതായത് അഡ്വർടൈസിങ്ങിൻ്റെ നേച്ചർ, സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കസ്റ്റമേഴ്സിനെ ഏതിലേക്ക് ആകർഷിക്കുക? നമ്മുടെ ഉൽപ്പന്നത്തിലേക്ക് ആകർഷിക്കുക, അതുപോലെ തന്നെ കൂടുതലായിട്ട് അതിലേക്ക് പ്രേരിപ്പിക്കുക, അതുപോലെ തന്നെ അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഏതിൻ്റെ ലക്ഷ്യം? അഡ്വർടൈസിങ്ങിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. Advertising aims to persuade customers in a certain way. ഒരു പ്രത്യേക മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക വഴിയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക ഒരു പ്രൊഡക്റ്റിലേക്ക് അവരെ കൂടുതലായിട്ട് നയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ബേസിക് നേച്ചർ ഓഫ് അഡ്വർടൈസിങ് ഈസ് പെർസ്വേഷൻ ആൻഡ് എക്സ്ചേഞ്ച്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള അതിൻ്റെ നേച്ചർ, സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു ഫാക്ടിലേക്ക് നയിക്കുക, അതുപോലെ തന്നെ അത് മേടിക്കാൻ അവരെ അട്രാക്റ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ളത് ആണ്. രണ്ടാമതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ദ ബേസിക് പർപ്പസ് ഓഫ് അഡ്വർടൈസിങ് ഈസ് ടു ഗീവ് ഇൻഫർമേഷൻ ടു അട്രാക്ട് അറ്റൻഷൻ, ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഫൈനലി ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമേഴ്സ്. അതുപോലെ തന്നെ അടുത്ത ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിൻ്റെ അടുത്ത ലക്ഷ്യം അതില്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്ന എന്തിലേക്കാണെന്ന് ചോദിച്ചിട്ട് എന്തായിരിക്കും? ടു ഗീവ് ഇൻഫർമേഷൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധ ആകർഷിക്കുക, അതുപോലെ തന്നെ ടു ക്രിയേറ്റ് അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഫൈനലി ഇൻഫ്ലുവൻസ് ദ ബൈയിങ് ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമേഴ്സ്. പിന്നെ ലാസ്റ്റ് എന്താ? അവരുടെ ആ ഒരു പർച്ചേസിങ് ബിഹേവിയറിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ, ഡിപ്പെൻഡൻസ് ഓൺ മീഡിയ. ഫോർ അഡ്വർടൈസിങ്, അഡ്വർടൈസേഴ്സ് യൂസ് വേരിയസ് മീഡിയ ഫേവേർഡ് ബൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. എന്ത് ചെയ്യുന്നു? നമ്മൾ ലക്ഷ്യം വെക്കുന്ന ആൾക്കാർ എന്താണോ അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള മീഡിയ ഏതാണോ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അഡ്വർടൈസർ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നു. ട്രഡീഷണലി മീഡിയ സച്ച് ആസ് ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ് were used for advertising, but in the modern times, media such as internet and mobile phones are also used by the advertisers. പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൂടുതലായിട്ടും എവിടെയായിരുന്നു? ടി വി വഴിയോ ന്യൂസ് പേപ്പേഴ്സ് വഴിയോ മാഗസിൻസ് വഴിയോ ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട് എന്ത് ചെയ്തിരുന്നത്? അഡ്വർടൈസർ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നയാൾ അഡ്വർടൈസിങ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം വായനാശീലം ഒന്നും കൂടുതലായിട്ട് ഇല്ലാത്തത് കൊണ്ട് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വെച്ചാൽ കൂടുതലായിട്ട് അധികം ആരും ശ്രദ്ധിക്കുകയല്ല. ഇപ്പം ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോണും ഇൻ്റർനെറ്റും ഒക്കെയാണ് അല്ലേ? അപ്പം ആ ഒരു മേഖല വഴി കൂടുതലായിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നു. നാലാമത്തെ, പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസിങ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദ ഫെയിം ഹാസ് ടു പേ ടു ദ മീഡിയ ഫോർ അഡ്വർടൈസിങ് ദ പ്രൊഡക്റ്റ്. അവിടെ എന്ത് ചെയ്യുന്നു? തൻ്റെ ഉൽപ്പന്നം, ഇപ്പം എൻ്റെ ഉൽപ്പന്നമാണ് അഡ്വർടൈസ്മെൻറ്റ് നടത്തേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അഡ്വർടൈസിങ് കമ്പനിക്ക് അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് അല്ലേ? അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയുന്നത് അല്ലേ? ഞാൻ പൈസ കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് അഞ്ചാമത്തെ, നോൺ പേഴ്സണൽ പ്രസന്റേഷൻ. അഡ്വർടൈസിംഗ് ഈസ് നോൺ പേഴ്സണൽ ഇൻ ക്യാരക്ടർ ആസ് എഗൻസ്റ്റ് സെയിൽസ്മാൻഷിപ്പ് വിച്ച് ഈസ് പേഴ്സണൽ. ഇൻ അഡ്വർടൈസിംഗ് the message is communicated to all and not to any particular individual. എന്നെ അവിടെ പറഞ്ഞേക്കുന്നത് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ പേഴ്സണൽ ക്യാരക്ടർ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? അവിടെ സെയിൽസ്മാൻഷിപ്പ് പോലെ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. പിന്നെന്താ? ഇപ്പം എൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ വേറെ ഒരാളെ കൊണ്ടാണ് ഞാനിത് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല. പിന്നെ എന്തായിരിക്കും? മാസ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ? എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇനി അടുത്തത്, എക്സിസ്റ്റൻസ് ഓഫ് സ്പോൺസർ. സ്പോൺസർ ഈസ് എ പേഴ്സൺ ഹു പേസ് ഫോർ അഡ്വർടൈസ്മെൻറ്റ്. സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് എന്താ? അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് എമൗണ്ട് പേ ചെയ്യുന്നത് ആരാണോ അവരെയാണ് നമ്മളെന്ന് വിളിക്കുന്നത്, സ്പോൺസർ എന്ന് വിളിക്കുന്നത്. ഹി ഐഡൻറ്റിഫൈസ് ആൻഡ് ഡിസ്ക്ലോസ് ദ ഐഡിയാസ്, മെസ്സേജസ്, ഇൻഫർമേഷൻ ടു അഡ്വർടൈസർ. എന്നാണ് പറഞ്ഞേക്കുന്നത്? അയാളാണ് എങ്ങനെ, ഏത് ആശയത്തിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ ഒരു ഇൻഫർമേഷൻ അഡ്വർടൈസ്മെൻറ്റ് നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി അടുത്തത്, ഐഡൻറ്റിഫയബിൾ. ഇൻ അഡ്വർടൈസിംഗ് the sponsor, message and presentation can be recognized by the receiver and customers. അതുപോലെ തന്നെ അഡ്വർടൈസിങ്ങിൽ എന്താ?
കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ റിസീവേഴ്സിന് പര്യാപ്തമായിട്ടുള്ള സംഭവങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിന്, ഐഡന്റിഫൈ ചെയ്യുന്നതിന് ആർക്ക് സഹായിക്കുന്നു? കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ റിസീവേഴ്സിനെ സഹായിക്കുന്നു. ഇനി അടുത്തത് ടാർഗറ്റ് ഓറിയന്റഡ്. സ്പെസിഫിക് മാർക്കറ്റ് ഓർ സ്പെസിഫിക് സെഗ്മെന്റ് ഓഫ് കൺസ്യൂമേഴ്സ് ക്യാൻ സെലക്ടഡ് ഫോർ അഡ്വർടൈസിങ്. എന്താ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ചിൽഡ്രൻസ് ഇൻ ദ കേസ് ഓഫ് ടോയ്സ് ആൻഡ് ലേഡീസ് ഇൻ ദ കേസ് ഓഫ് കോസ്മെറ്റിക് ആൻഡ് ഫ്യൂ എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെന്റ്സ്. എന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെന്റും അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ. സാധാരണ രീതിയിൽ ചോക്ലേറ്റുകൾ അതുപോലെ തന്നെ ടോയ്സ് ഒക്കെ ആരെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും? കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ആരെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും? ലേഡീസിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെന്റ് അല്ലേ. ആ ഒരു പ്രത്യേക കാറ്റഗറീനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ദ സെലക്ഷൻ ഓഫ് എ സ്പെസിഫിക് മാർക്കറ്റ് ഈസ് കോൾഡ് ടാർഗറ്റ് മാർക്കറ്റ്. ഇങ്ങനെ ഒരു പ്രത്യേക മേഖലയെ സെലക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാർഗറ്റ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയും അഡ്വർടൈസ്മെന്റ് നടത്താറുണ്ട്. പക്ഷെ ഇത് കാണുന്നത് കുഞ്ഞുങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ലേഡീസ് മാത്രമല്ല അല്ലെ, എല്ലാവരും കാണുന്നു. പക്ഷെ ആരെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്ന? ആ ഒരു പ്രത്യേക കാറ്റഗറീനെ മാത്രമാണ്, ടാർഗറ്റ് ഓഡിയൻസിനെ മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇനി അടുത്തത് ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ. അഡ്വർടൈസിംഗ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് ഇറ്റ് നീഡ് ക്രിയേറ്റിവിറ്റി ഫോർ ഇംപ്രൂവിങ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടാണ്, അതുപോലെ തന്നെ സയൻസ് പ്രൊഫഷനുമാണ്. ആർട്ടാണെന്ന് പറയാനുള്ള കാരണം എന്താ? അവിടെ എന്താ സംതിങ് ന്യൂ അല്ലെ, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? ആർട്ട് എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത അഡ്വർടൈസിംഗ് ഈസ് എ സയൻസ്. അഡ്വർടൈസിംഗ് ഒരു സയൻസ് ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് സർട്ടൻ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. നമുക്ക് സയൻസിൻ്റെ അകത്ത് എന്നാ സംഭവിക്കുന്നതെന്നാണ് നമുക്കറിയാം അല്ലേ. അതിന് അതിൻ്റെതായ കുറച്ചധികം റൂളുകളും തത്വങ്ങളും ഉണ്ട് അല്ലെ. അതും ഏതിൻ്റെ അകത്തുണ്ട്? അഡ്വർടൈസ്മെന്റിൻ്റെ അകത്തുള്ളത് കൊണ്ട് അതിനെ സയൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഫഷനാണ്. Advertising is treated as profession because they are professional bodies in the field of advertising and a code of conduct to monitor the activities of its members. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൊഫഷനാണ്. നമുക്കറിയാം പ്രൊഫഷൻ അതിൻ്റെതായ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആചാര മര്യാദകളുണ്ട്. അതുപോലെ തന്നെ എന്താ? പ്രൊഫഷണൽ സ്കില്ല് വേണം അല്ലെ, വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ വേണം. ഈ രണ്ടെണ്ണം ഇവിടെ ഉണ്ട് അഡ്വർടൈസിങ്ങിൻ്റെ അകത്തുള്ളത് കൊണ്ട് അഡ്വർടൈസിങ്ങിനെ എന്തായിട്ട് പരിഗണിക്കാം? പ്രൊഫഷനായിട്ടും പരിഗണിക്കാം. ഇനി അടുത്ത എലമെന്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. Advertising is an important element in marketing mix. It supports the sales promotion effort of the manufacturer and makes positive contribution in sales promotion. എന്നാണ് പറഞ്ഞേക്കുന്നത്. മാർക്കറ്റിംഗ് മിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഇത് സെയിൽസ് പ്രൊമോഷൻ എഫോർട്ടിനെയും ആരുടെ? മാനുഫാക്ചറിന്റെയും സെയിൽസ് പ്രൊമോഷൻ, അതായത് സെയിൽസ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രയത്നത്തിനെയും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് മേക്സ് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഇൻ സെയിൽസ് പ്രൊമോഷൻ. അതുപോലെ തന്നെ എന്താ? സെയിൽസ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് അഡ്വർടൈസ്മെന്റ് സഹായിക്കാറുണ്ട്. ഇനി അടുത്ത് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി ഈസ് ദ എസൻസ് ഓഫ് അഡ്വർടൈസിംഗ്. അഡ്വർടൈസിംഗിന്റെ എസൻസ് എന്നറിയപ്പെടുന്നത് തന്നെ എന്താ? ക്രിയേറ്റിവിറ്റിയാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ടൂൾ ഫോർ പ്രസന്റിംഗ് എ പ്രൊഡക്റ്റ് ഇൻ ആർട്ടിസ്റ്റിക്, അട്രാക്റ്റീവ് ആൻഡ് എഗ്രിയബിൾ മാനർ. അതുപോലെ തന്നെ എന്താ? നമ്മൾ അഡ്വർടൈസിങ്ങിനെ എന്തായിട്ടാണ് പ്രയോജനപ്പെടുന്നത്? ഒരു കലാപരമായിട്ട് അല്ലെ, മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താ? മറ്റുള്ളവർ സമ്മതിക്കുന്ന രീതിയിൽ അല്ലെ, ന്യായമായിട്ടുള്ള വിലയ്ക്ക്. അതുപോലെ തന്നെ നമുക്കറിയാം സമൂഹത്തിൽ അതിൻ്റെതായ കുറച്ചധികം നമുക്ക് നമ്മുടേതായ കുറച്ചധികം മാന്യതകളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ ക്രിയേറ്റിവിറ്റി ആർക്ക് ഓഫർ ചെയ്യാൻ? അഡ്വർടൈസ്മെന്റ് വഴി പബ്ലിക്കിന് ഓഫർ ചെയ്ത് കൊടുക്കാൻ. ഇനി അടുത്ത കൺട്രോൾഡ്. ദ ടൈം, place, message and direction of the advertisement are controlled by the advertiser. അതിൻ്റെ സമയവും അതിൻ്റെ സ്ഥലവും അതിൻ്റെ മെസ്സേജും ഒക്കെ എന്ത് ചെയ്യുന്നു? അഡ്വർടൈസർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. കാരണം എന്തായിരിക്കും? അയാളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് അല്ലേ. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ്. The following are the major objectives of advertising. അഡ്വർടൈസിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ താഴെ വിവരിക്കുന്നു. ഒന്നാമത്തെ, ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്. A new product requires warm introduction in the target market. The companies has to give all relevant information about the product to potential customers. നമുക്കറിയാം ഒരു പുതിയ ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. കാരണം എന്തായിരിക്കും? അതിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ആരെ അറിയിച്ചിരിക്കണം? കസ്റ്റമേഴ്സിനെ അറിയിച്ചിരിക്കണം അല്ലേ. ഏത് സമയത്ത്, എപ്പം, ഏത് വിലയ്ക്ക്, എന്തൊക്കെ സവിശേഷതകളോട് കൂടി ആ ഉൽപ്പന്നം ഇറങ്ങുന്നു എന്നുള്ള വിവരം ആരെ അറിയിക്കണം? കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് അറിയിക്കണം. അങ്ങനെ അറിയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? അഡ്വർടൈസിങ് തന്നെയാണ്. രണ്ടാമത്തെ, ട്രയൽ ഒബ്ജക്റ്റീവ്സ്.
Companies usually work for this objective in the introduction stage of a product. Advertisement in this stage try to convince the customers to buy a new product. നമുക്കറിയാം എന്താ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അല്ലെ, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ വർക്കും തുടങ്ങുന്നത് ഏത് വഴിയാണ്? അഡ്വർടൈസ്മെന്റ് വഴിയാണ് അല്ലെ. അഡ്വർടൈസ്മെന്റ് ഇൻ ദിസ് സ്റ്റേജ് ട്രൈ ടു കൺവിൻസ് ദ കസ്റ്റമേഴ്സ് ടു ബൈ എ ന്യൂ പ്രൊഡക്റ്റ്. അഡ്വർടൈസ്മെന്റ് ഈ സ്റ്റേജിൽ അവിടെ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു? കൺവിൻസ് ചെയ്യുക അല്ലെ, ആ ഒരു കസ്റ്റമേഴ്സിനെ അത് മേടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ അവർ ചെയ്യുന്നത്. ഇനി അടുത്തത് കണ്ടിന്യൂറ്റി. ദിസ് ഒബ്ജക്റ്റീവ് ഈസ് കൺസേൺഡ് എബൌട്ട് മെയിൻറ്റെയിനിങ് ദ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? നിലവിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനീസ് യൂഷ്വലി കീപ് ദ ബ്രിങ്ങിങ് ദ ചേഞ്ചസ് ഇൻ ആർട്സ് സോ ദാറ്റ് ദ എക്സിസ്റ്റിംഗ് ബയേഴ്സ് കീപ് ബൈയിങ് ദെയർ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ എന്താ, എന്തെങ്കിലും വേരിയേഷൻസ് കാലങ്ങൾ മാറുന്നതനുസരിച്ച്, ദിവസങ്ങൾ മാറുന്നതനുസരിച്ച് അഡ്വർടൈസ്മെന്റിൻ്റെ അകത്ത് നേരിയ രീതിയിലുള്ള വേരിയേഷൻസ് വരുത്തി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിനെ വിട്ടുകളയാതെ അവിടെ തന്നെ നിലനിർത്തുന്നതിന് ഇവർ സഹായിക്കുന്നു. നാലാമത്തെ, ക്രിയേഷൻ ഓഫ് ഡിമാൻഡ്. Advertising aims at improving sales by creating demand for their product in the target market. അതുപോലെ തന്നെ ഡിമാൻഡ് പരമാവധി ക്രിയേറ്റ് ചെയ്യുന്നതിനും ആര് സഹായിക്കുന്നു? അഡ്വർടൈസ്മെന്റ് സഹായിക്കുന്നു. It persuades the customers to buy a product by informing them about its qualities and benefit. അതുപോലെ തന്നെ ഇത് കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുന്നു. എന്തിലേക്ക് പ്രേരിപ്പിക്കുന്നു? ഇൻഫോമിങ് അബൌട്ട് ഇറ്റ്സ് ക്വാളിറ്റീസ് ആൻഡ് ബെനിഫിറ്റ്. ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനും അതുവഴി ആ ഒരു സാധനം മേടിക്കാനും അവരെ പ്രേരിപ്പിക്കുന്നു. ഇനി അഞ്ചാമത്തെയാണ് ഗെറ്റിംഗ് അറ്റൻഷൻ. ഗെറ്റിംഗ് പബ്ലിക് അറ്റൻഷൻ ഈസ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പബ്ലിക്കേഷന്റെ ശ്രദ്ധ നേടിയെടുക്കുക, കിട്ടുക എന്നുള്ളതാണ്. ഫോർ ദിസ് ഹൈലി റീഡബിൾ പ്രിന്റ്സ്, കളേഴ്സ്, പിക്ചേഴ്സ്, ഇമേജ്, ഡ്രോയിങ്സ്, ഡയഗ്രാംസ്, ഫോട്ടോസ് ഓഫ് സെലിബ്രിറ്റീസ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്യാപ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ദ അഡ്വർടൈസ്മെന്റ്. അങ്ങനെ പ്രത്യേക ശ്രദ്ധ കസ്റ്റമേഴ്സിൻ്റെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ പിക്ചേഴ്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാപ്ഷൻസ്, നല്ല രീതിയിലുള്ള ക്യാപ്ഷൻസ്, സ്റ്റേറ്റ്മെന്റുകൾ, നല്ല പ്രിന്റ്, കളർ, പിക്ചേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കുന്നു. ഇനി അടുത്തത് പ്രൊമോട്ടിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ആർട്സ് ട്രൈ ടു ലീഡ് പീപ്പിൾ ടു ഇമ്മീഡിയറ്റ് ആക്ഷൻ. അഡ്വർടൈസ്മെന്റ് എപ്പോഴും എന്തായിരിക്കും? പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് ആക്ഷൻ, പ്രവർത്തനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഫോർ എക്സാമ്പിൾ, എ ഗിഫ്റ്റ് കൂപ്പൺ ഓർ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഇൻ ആൻ ആഡ് സ്റ്റിമുലേറ്റ് പീപ്പിൾ ടു പർച്ചേസ് ദ പ്രൊഡക്റ്റ്. അല്ലേ, ഏതെങ്കിലും ഗിഫ്റ്റ് കൂപ്പൺസ് കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകൾ എന്തെങ്കിലും ഓഫർ ചെയ്യുവാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. അടുത്ത, റീപ്ലേസിംഗ് ദ ലോസ്റ്റ് കസ്റ്റമേഴ്സ്. ദ objective is for the companies who want their previous customers back, who have switched to their competitors. People may change their brand preferences, but companies by adopting new advertisement strategies and bring back their previous customers. എന്നാണ് പറഞ്ഞേക്കുന്നത്? അഡ്വർടൈസ്മെന്റിന്റെ മറ്റൊരു ലക്ഷ്യമാണ് ഏത്? സ്വിച്ചിങ് ബാക്സ്. അതായത് നമ്മുടെ അടുത്ത് നിന്ന് കസ്റ്റമേഴ്സ് മറ്റു കോമ്പറ്റീറ്റേഴ്സിന്റെ ഉൽപ്പന്നം തേടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു അഡ്വർടൈസ്മെന്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്തി ആ പോയവരെ പിന്നെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ലക്ഷ്യവും ആർക്കുണ്ട്? അഡ്വർടൈസ്മെന്റിന് അതിനുള്ള കഴിവ് ഉണ്ട്. അടുത്ത, ബ്രാൻഡ് സ്വിച്ച്. ദിസ് ഒബ്ജക്റ്റീവ് ഈസ് മെയിൻഡ് ബൈ ദ കമ്പനീസ് ഹു വാണ്ട് ടു അട്രാക്ട് ദ കസ്റ്റമേഴ്സ് ഓഫ് ദെയർ കോമ്പറ്റീറ്റേഴ്സ്. ദേ അഡോപ്റ്റ് സ്പെഷ്യൽ advertisement strategies to influence the customers and competitors to switch their existing brands. അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കൈകാര്യം ചെയ്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിന്റെ ആ ഒരു നിലവാരം താന്നു പോകാതെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ആര് ചെയ്തു തരുന്നു? അഡ്വർടൈസിംഗ് കമ്പനി ചെയ്തു തരുന്നു. ഇനി അടുത്ത, റിമൈൻസ് ദ പബ്ലിക്. അഡ്വർടൈസ്മെന്റ് റിമൈൻസ് ദ പബ്ലിക് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. അതുപോലെ തന്നെ പബ്ലിക്കിനെ അറിയിക്കുന്നു, കാലഘട്ടം അനുസരിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഉൽപ്പന്നം വിപണിയിൽ ലഭ്യമാണ്, ഇന്നിന്ന ഗുണങ്ങൾ അടങ്ങിയ രീതിയിൽ അല്ലെ ഇന്ന പ്രൈസിൽ ഇന്നിന്ന സവിശേഷതകളോടുകൂടി നമ്മുടെ ഉൽപ്പന്നം വിപണിയിൽ ലഭ്യമാണെന്നുള്ള വിവരം സമയാസമയങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു റിമൈൻഡർ ആയിട്ട് ആര് പ്രവർത്തിക്കുന്നു? അഡ്വർടൈസ്മെന്റ് പ്രവർത്തിക്കുന്നു. ഫേസിംഗ് ദ കോമ്പറ്റീഷൻ. അഡ്വർടൈസിംഗ് എയിംസ് അറ്റ് ഡിഫീറ്റിംഗ് ദ ചേഞ്ചസ് പോസ്റ്റഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. അതുപോലെ തന്നെ ടാർഗറ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിൽ നമ്മളുമായിട്ട് മത്സരിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ചേർത്ത് നിൽക്കാനുള്ള നല്ലൊരു മാർഗമാണ് ഡിഫീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തോൽപ്പിക്കുക അല്ലെ, പരാജയപ്പെടുത്താനുള്ളൊരു നല്ലൊരു മാർഗമാണ് എന്നറിയപ്പെടുന്നത് അഡ്വർടൈസിംഗ് എന്ന് അറിയപ്പെടുന്നത്.
Under competitive situation, it helps to build a brand image and brand loyalty, and when the customers are loyal to the product, it's difficult for the competitors to change it. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ ആണെന്ന് വരികയിൽ എന്ത് സംഭവിക്കുന്നു? കടുത്ത മത്സരം നിലനിൽക്കുന്ന വിപണിയാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് നമ്മളെ പല രീതിയിൽ സഹായിക്കാറുണ്ട്. എങ്ങനെയായിരിക്കും? നമ്മുടെ ബ്രാൻഡ് ഇമേജ് അതുപോലെ തന്നെ ബ്രാൻഡ് ലോയൽറ്റി പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നമ്മളെ സഹായിക്കുന്നതും ആരും തന്നെയാണ്? അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. അടുത്ത ഇംപ്രൂവിംഗ് ഗുഡ് വിൽ. ദ ഒബ്ജക്റ്റീവ് ഓഫ് അഡ്വർടൈസിംഗ് ഈസ് ടു ബിൽഡ് യൂണിക് ഇമേജ് ഇൻ ദ പ്രോഡക്റ്റ് ടാർഗറ്റ് മാർക്കറ്റ്. അതുപോലെ തന്നെ ആ വിപണിയിൽ നമ്മുടെ ഉൽപ്പന്നത്തിന് ഒരു പ്രത്യേക അതുല്യമായിട്ടുള്ള ഒരു സ്ഥാനം അല്ലെ വില നേടിയെടുത്ത് തരുന്നതിന് അഡ്വർടൈസ്മെന്റ് സഹായിക്കുന്നു. അടുത്ത ഇൻഫോമിംഗ് ദ ചേഞ്ചസ് ഇൻ ദ കസ്റ്റമർ. വെനെവർ ചേഞ്ചസ് ആർ മെയ്ഡ് ഇൻ ദ പ്രൈസസ്, channels of distribution, product by way of any improvement in quality, size, weight, brand, packing, etc. they must inform the customers. അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നത്തിന് ഏതെങ്കിലും രീതിയിൽ അല്ലെ വിലയിലോ വലുപ്പത്തിലോ വെയിറ്റിലോ ഗുണത്തിലോ പാക്കിങ്ങിലോ ബ്രാൻഡിലോ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ ഉള്ള നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. ഇനി അടുത്തത് കൗണ്ടർ ബാലൻസിങ് ദ അഡ്വർടൈസിങ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. Advertising is unavoidable to defeat against the advertising programs and strategies of the competitors. എന്നവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ മത്സരക്കാരിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, അഡ്വർടൈസ്മെന്റ് നമ്മുടെ ലൈഫിൽ നിന്ന് കമ്പനിയുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അൺഅവോയ്ഡബിൾ ഫാക്റ്റ് ആണ്. When competitors are adopting intensive advertisement as their promotional strategies, it is necessary to follow similar practice to defeat its effects of the market. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും എന്ത് ഉപയോഗിക്കാറുണ്ട്, അഡ്വർടൈസിങ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ നല്ല ശക്തമായിട്ടുള്ള അഡ്വർടൈസിങ് സ്ട്രാറ്റജീസ് അവർ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവർ ഫോളോ ചെയ്യുന്ന അതേ മാർഗം തന്നെ നമ്മളും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അടുത്ത preventing the entry of similar product. The aim of advertisement is to build a monopoly of the product in the target market. അഡ്വർടൈസ്മെന്റിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ലക്ഷ്യവിപണിയിലെ നമ്മുടെ കുത്തക ഭരണം അല്ലെ, മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താ, കുത്തക, നമ്മുടെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ദിസ് വിൽ ഹെൽപ് ദ കമ്പനി ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ദ സിമിലർ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഈ പറയുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റ് നമ്മളെ സഹായിക്കുന്നത് വഴി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് വിപണിയിൽ വരുന്നത് തടയുന്നതിന് ഇത് സഹായിക്കുന്നു. ഇനി അടുത്തത് സപ്പോർട്ടിംഗ് സെയിൽസ്മാൻ. The goal of advertising is to support the effort of the sales personnel in their selling effort. അതുപോലെ തന്നെ എന്താ, സെല്ലിംഗ് പേഴ്സണലിന്റെ പ്രയത്നങ്ങളുടെ പരമാവധി കുറച്ചുകൊണ്ട് വരുന്നതിന് അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള നല്ലൊരു മാർഗവും കൂടിയാണ് ഇത് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. They get ready buyers at the business centers because of the impact of the ads. എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത്, പരസ്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത് വഴി സെയിൽസ്മാന് വലിയധികം കച്ചവടക്കാരന് വലിയധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ആരും തന്നെ ചോദിച്ച് മേടിച്ചോളും, പിന്നെ കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് സാധനങ്ങൾ ചോദിച്ച് മേടിച്ചോളും. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസ്മെന്റ്, അഡ്വർടൈസ്മെന്റിന്റെ പ്രാധാന്യങ്ങൾ. ദ ഫോളോയിങ് പോയിന്റ്സ് ഷോ ദ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിംഗ് ഇൻ ദ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ അഡ്വർടൈസിംഗിന്റെ പ്രാധാന്യങ്ങൾ താഴെ പറയുന്ന പോയിന്റുകൾ വഴി കൃത്യമായിട്ട് വിവരിക്കുന്നു. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഏതൊക്കെ രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ, offer valuable information. Customers are able to buy a product if they are made aware the product available in the market. നമുക്കറിയാം, കസ്റ്റമേഴ്സ് ഒരു സാധനം മേടിക്കാൻ സന്നദ്ധരാകണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത്യാവശ്യം അയാൾക്ക് അറിയാമായിരിക്കണം. In the absence of advertisement, no customers will come to know what the product available in the market. അഡ്വർടൈസ്മെന്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ സവിശേഷതയോടുകൂടി വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. Advertising help the people to find the best product for themselves and their family. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് അവരെ സഹായിക്കുന്നു അവനവനും അതുപോലെ തന്നെ അവനവന്റെ ഫാമിലിക്കും അഡോപ്റ്റബിൾ ആയിട്ടുള്ള സാധനത്തെ സെലക്ട് ചെയ്തെടുക്കുന്നതിന് അഡ്വർടൈസ്മെന്റ് സഹായിക്കുന്നു. പിന്നെ പ്രൊമോട്ട്സ് ദ ചോയ്സ്. പീപ്പിൾ ഫോളോ ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ഡിഫറെന്റ് വാല്യൂസ് ആൻഡ് നീഡ്സ്. നമുക്കറിയാം, വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എന്താ, പല രീതിയിൽ പല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എ പ്രൊഡക്റ്റ് ദാറ്റ് ഇസ് റൈറ്റ് ഫോർ വൺ മാൻ നോട്ട് റൈറ്റ് ഫോർ അനദർ. ഒരു വ്യക്തിക്ക് അനുയോജ്യപ്രദമായിട്ടുള്ളത് തൊട്ടടുത്ത വ്യക്തിക്ക് സ്വീകാര്യമാകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അഡ്വർടൈസിംഗ് ഈസ് റിക്വയർഡ് ടു അസിസ്റ്റ് ദ കസ്റ്റമേഴ്സ് ടു ചൂസ് പ്രൊഡക്റ്റ് ആസ് പെർ ദെയർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റ് സഹായിക്കുന്നു അല്ലെങ്കിൽ അത്യാവശ്യമാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങളും അഭിലാഷങ്ങളും കൃത്യമായിട്ട്
പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിന് അഡ്വർടൈസ്മെന്റ് സഹായിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ കൺവീനിയൻസ്. അഡ്വർടൈസിംഗ് മേക്ക് ഷോപ്പിംഗ് ഈസി ബൈ റെഡ്യൂസിംഗ് ടൈം ആൻഡ് എഫോർട്ട് ഇൻവോൾവിംഗ് ഇൻ ഷോപ്പിംഗ്. എന്താ, അഡ്വർടൈസ്മെന്റ് കൺസ്യൂമേഴ്സിനെ സഹായിക്കുന്നു. എന്താ, കൂടുതലായിട്ടുള്ള പ്രയത്നങ്ങളില്ലാതെ കൂടുതലായിട്ട് സമയം ചെലവാക്കാതെ പെട്ടെന്ന് തന്നെ പർച്ചേസിംഗ് നടത്തുന്നതിന് അഡ്വർടൈസ്മെന്റ് സഹായിക്കാറുണ്ട്. എങ്ങനെയാന്ന് നോക്കി. ത്രൂ അഡ്വർടൈസിംഗ് പീപ്പിൾ ആർ അവെയർ ഓഫ് ദ സോഴ്സ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആൻഡ് നീഡ് നോട്ട് സ്പെൻഡ് മച്ച് ടൈം ഇൻ സെർച്ച് ഓഫ് ദ സ്റ്റോഴ്സ് ആൻഡ് പ്രൊഡക്റ്റ്. അഡ്വർടൈസ്മെന്റിന്റെ അകത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് സ്ഥലത്ത് എങ്ങനെ ഈ ഉൽപ്പന്നം കിട്ടും എന്ന് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, കട കയറി അലയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ലഭ്യമായിട്ട് വരുന്ന കടകൾ ഏതാണെന്ന് തന്നെ അഡ്വർടൈസ്മെന്റ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അടുത്ത എഡ്യൂക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. Advertising provide education and knowledge of consumers about the product, about the new product and their diverse uses. അഡ്വർടൈസ്മെന്റ് കൃത്യമായിട്ട് കൺസ്യൂമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. പുതിയ ഉൽപ്പന്നം എന്തൊക്കെയാണ്, എന്ത് വിലയ്ക്ക്, എവിടെ, ഏതൊക്കെ സവിശേഷത അടങ്ങി അത് കിട്ടുന്നു എന്നുള്ള വിവരം കൃത്യമായിട്ട് കൺസ്യൂമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ കേസാണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ, കൺസ്യൂമേഴ്സിന് ഏതൊക്കെ രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടുന്നു. അതായിരുന്നു 4 ഏതൊക്കെയാ, വാല്യുബിൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, അവരുടെ പ്രൊമോഷൻ ഓഫ് ചോയ്സ് ഉണ്ട്, കൺവീനിയൻസ് ഉണ്ട്, കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് എസെൻഷ്യൽ എലമെന്റ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിനെ ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നു, ഏതൊക്കെ രീതിയിൽ ആ പ്രൊഡക്റ്റ് ലോഞ്ചിങ്, രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, മൂന്നാമത്തെ ഡിമാൻഡ് ക്രിയേഷൻ, നാലാമത്തെ പ്രൈസ് ഇൻഫർമേഷൻ, 5 പ്ലേസ് ഇൻഫർമേഷൻ, 6 മാനേജിങ് കോമ്പറ്റീഷൻ, 7 ഇമ്പോർട്ടൻസ് ഇൻ പാക്കേജിങ്, 8 കീ റോൾ ഇൻ പൊസിഷനിങ്. ഈ പറയുന്ന രീതിയിലൊക്കെ മാർക്കറ്റിങ്ങിനെ ആര് സഹായിക്കുന്നു, അഡ്വർടൈസ്മെന്റ് സഹായിക്കുന്നു. നോക്കിയും പ്രൊഡക്റ്റ് ലോഞ്ചിങ്. ഇഫ് എ കമ്പനി വാണ്ട്സ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്, അഡ്വർടൈസിംഗ് ബിൽഡ്സ് എ ഗ്രൗണ്ട് ഫോർ പ്രൊഡക്റ്റ്. നമുക്കറിയാം, പുതിയ ഉൽപ്പന്നം വിപണിയിലോട്ട് ഇറക്കണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ആ കമ്പനിയെ സഹായിക്കുന്ന ഒരാളാണ് ആര്, അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ അഡ്വർടൈസർ എന്ന് പറയുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് ദ അവയർനെസ് അമംഗ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് ദ ന്യൂ പ്രൊഡക്റ്റ്. അത് എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ പുതിയ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് കൊടുക്കുന്നു. രണ്ടാമത്തെയാണ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. അഡ്വർടൈസിംഗ് ഈസ് റിക്വയർഡ് ടു ഗീവ് കൺസ്യൂമേഴ്സ് ഓൾ റെലവന്റ് ഇൻഫർമേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. നമുക്കറിയാം അല്ലേ, കൺസ്യൂമേഴ്സിന് പര്യാപ്തമായിട്ടുള്ള എല്ലാ വിവരങ്ങളും, ഉൽപ്പന്നത്തിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അഡ്വർടൈസ്മെന്റ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു, കൺസ്യൂമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. മൂന്നാമത്തെ ഡിമാൻഡ് ക്രിയേഷൻ. അഡ്വർടൈസിംഗ് പെർസ്യൂസ് ദ കസ്റ്റമേഴ്സ് ടു ബൈ എ പ്രൊഡക്റ്റ് ഇൻഫോർമിംഗ് ദം അബൌട്ട് ദ ക്വാളിറ്റീസ് ആൻഡ് ബെനിഫിറ്റ്. കൺസ്യൂമേഴ്സിന് ആ ഉൽപ്പന്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഗുണങ്ങളും ബെനിഫിറ്റും പറഞ്ഞു കൊടുക്കുന്നത് വഴി എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനും അഡ്വർടൈസ്മെന്റ് സഹായിക്കുന്നു. അടുത്തത് പ്രൈസ് ഇൻഫർമേഷൻ. എ കമ്പനി മേ പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വിത്ത് അഡീഷണൽ ഫീച്ചേഴ്സ് ആസ് കമ്പയർഡ് ടു കോമ്പറ്റീറ്റേഴ്സ്. എന്ത് ചെയ്യുന്നു, കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന് അധിക രീതിയിലുള്ള സവിശേഷതകളുണ്ട് എന്നുള്ള സംഭവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇൻ സച്ച് എ കേസ് പ്രൈസ് വുഡ് ഡെഫിനറ്റ്ലി ഹൈ. നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നത്തിന് വില കൂടുതലാണെങ്കിൽ ബട്ട് ദ ബയേഴ്സ് മേ നോട്ട് വില്ലിംഗ് ടു പേ ഹൈ പ്രൈസ്. നമുക്കറിയാം, ആൾക്കാർ എപ്പോഴും എന്തായിരിക്കും, കസ്റ്റമേഴ്സ് എപ്പോഴും വില കുറഞ്ഞ സാധനങ്ങൾ മേടിക്കാനാണ് താല്പര്യപ്പെടുന്നത് അല്ലേ. ബട്ട് അഡ്വർടൈസിംഗ് ക്യാൻ കൺവിൻസ് ദ ബയേഴ്സ് റിഗാർഡിംഗ് ദ സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് ദ ബ്രാൻഡ് ആൻഡ് ദസ് ഇറ്റ് വാല്യൂ ഫോർ മണി. അപ്പോൾ എന്ത് ചെയ്യുന്നു, വില കൂടുതലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ അത് മേടിക്കാൻ പഠിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെന്റ് വഴി എന്തുകൊണ്ടാണ് വില കൂടിയത്, അല്ലെങ്കിൽ വില കൂടിയതിന് ഇന്നിൻ്റെ ക്വാളിറ്റീസ് അതിന് അഡീഷണൽ ആയിട്ടുണ്ട്, വാല്യുബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞ് അവരെ കൃത്യമായിട്ട് അത് മേടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. On the other hand, when firm offers low price product, job of advertising is highlight the price of advertisement. Price advertisement. എന്നാൽ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ അതിൻ്റെ വില കുറയുവാണെങ്കിൽ അല്ലേ, ചീപ്പ് വിലയ്ക്ക് അല്ലെ ചീപ്പ് റേറ്റിൽ അത് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രൈസ് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെന്റ് കൂടുതലായിട്ട് നടത്തുന്നു. ഇനി അടുത്ത പ്ലേസ് ഇൻഫർമേഷൻ. പ്ലേസ് refers to the physical distribution and stores where goods available in the market. പ്ലേസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് സാധനങ്ങൾ കൊണ്ടെത്തിച്ചു തരുന്ന വിതരണ ശൃംഖല അല്ലെങ്കിൽ എവിടെ നിന്ന് ആ ഉൽപ്പന്നം ലഭ്യമാകും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് വിളിക്കുന്നത് പ്ലേസ് ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ത്രൂ അഡ്വർടൈസിംഗ് കമ്പനീസ് ക്യാൻ ഇൻഫോം ദ കസ്റ്റമേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അഡ്വർടൈസ്മെന്റ് വഴി കമ്പനീസ് എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നു എവിടെ നിന്ന് ആ സാധനം നമുക്ക് ലഭിക്കും എന്നുള്ള വിവരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അടുത്തതാണ് മാനേജിംഗ് കോമ്പറ്റീഷൻ. Advertising can play a significant role put forward the claims of the company and resist the claims of the competitors. Through effective advertising, companies can face competition and develop brand image and brand loyalty. അതുപോലെ തന്നെ മാനേജിങ് കോമ്പറ്റീഷനെ വിപണിയിൽ നിലനിൽക്കുന്ന മത്സരത്തിനെ മാനേജ് ചെയ്യാനുള്ള, കൈകാര്യം ചെയ്യാനുള്ള നല്ലൊരു മാർഗമാണ് ഏത്, അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് വഴി കമ്പനിക്ക്
ഉണ്ടാകുന്ന കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡ് ഇമേജ്, ബ്രാൻഡ് ലോയൽറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻസ് ഇൻ പാക്കിംഗ്. The main purpose of packing is protection of the product during the transit and prevention of quality and quantity. നമുക്കറിയാം പാക്കേജിങ്ങിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? കവർ ചെയ്ത് സൂക്ഷിക്കുക അല്ലേ? കൈമാറ്റം ചെയ്യുന്നത് വഴി കേടുപാടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ സൂക്ഷിച്ച് കുറച്ചധികം കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഒന്നും വ്യത്യാസം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജിങ് ഉപയോഗിക്കുന്നത്. ബട്ട് പാക്കേജിങ് പെർഫോംസ് അഡ്വർടൈസിങ് ഫംഗ്ഷൻസ് ഓഫ്. അതുപോലെ തന്നെ പാക്കേജിങ് എന്താ? ഒരു അഡ്വർടൈസ്മെന്റിങ് ഫംഗ്ഷനും കൂടെ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. കമ്പനീസ് ടേക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഡെവലപ്പ് ആൻഡ് ഡിസൈൻ അട്രാക്റ്റീവ് പാക്കേജസ് ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ്. നമുക്കറിയാം നല്ല രീതിയിലുള്ള പാക്കേജിങ് കമ്പനീസ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിൽ അല്ലെ, കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പാക്കേജിങ് അവർ അഡ്വർടൈസിങ് എന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താറുണ്ട്. ഇനി അടുത്തത് കീ റോൾ ഇൻ പൊസിഷനിങ്. പ്രൊഡക്റ്റ് പൊസിഷനിങ് എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ ഡിസ്റ്റിങ് ഇമേജ് ഇൻ ദ ബ്രാൻഡ്സ് ഇൻ ദ മൈൻഡ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അതുപോലെ തന്നെ എന്താ? കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ ഒരു പ്രത്യേക ശ്രദ്ധ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ വിപണിയിൽ ഒരു പ്രത്യേക സ്ഥാനം എടുക്കുന്നതിനൊക്കെ ആരെ സഹായിക്കുന്നു? അഡ്വർടൈസ്മെന്റ് കമ്പനിയിലെ അല്ലെ ആ ഉൽപ്പന്നത്തിനെ സഹായിക്കുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയാണ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ സൊസൈറ്റി. സൊസൈറ്റിക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രാധാന്യങ്ങൾ ആര് നൽകുന്നു? അഡ്വർടൈസ്മെന്റ് വഴി സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എംപ്ലോയ്മെന്റ് ജനറേഷൻ, 2 ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, 3 സസ്റ്റെയിൻസ് ദ മീഡിയ, 4 ഇൻസെൻറ്റീവ് ടു വർക്ക്, 5 ആർട്ട് ആൻഡ് കൾച്ചർ, 6 എന്റർടൈൻമെന്റ്. ഒന്നാമത്തെ നോക്കി എംപ്ലോയ്മെന്റ് ക്രിയേഷൻ. അഡ്വർടൈസിംഗ് പ്രൊവൈഡ്സ് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ഡിസൈനിങ്, റൈറ്റിംഗ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അഡ്വർടൈസ്മെന്റ് അല്ലേ. അഡ്വർടൈസിംഗ് കമ്പനി കൂടുതലായിട്ട് വരുന്ന അനുസരിച്ച് അല്ലെ, അഡ്വർടൈസ്മെന്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ ആ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ മേഖലയിൽ? ഡിസൈൻ ചെയ്യുന്ന മേഖലയിൽ, അതുപോലെ തന്നെ റൈറ്റിംഗ് എഴുത്ത് മേഖലയിൽ, അതുപോലെ തന്നെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മേഖലയിലൊക്കെ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് ആ കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നു. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അഡ്വർടൈസിംഗ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ബൈ പ്രൊമോട്ടിംഗ് വെറൈറ്റി ആൻഡ് ക്വാളിറ്റി ഇൻ കൺസപ്ഷൻ. ഇഷ്ടംപോലെ പല രീതിയിലുള്ള സാധനങ്ങൾ ഓഫർ ചെയ്യുന്നത് വഴി അല്ലെ, നല്ല ഗുണത്തിലും അളവിലുമുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ആ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് അഡ്വർടൈസ്മെന്റ് സഹായിക്കുന്നു. മൂന്നാമത്തെ സസ്റ്റെയിൻസ് ദ മീഡിയ. അഡ്വർടൈസിംഗ് പ്രൊവൈഡ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ടു പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. അതുപോലെ തന്നെ എന്താ? പ്രിന്റ് ഇലക്ട്രോണിക് മീഡിയയ്ക്ക് നല്ലൊരു വരുമാന മാർഗമാണ് ഏത്? അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. As a result, public gets news, information, education programs and entertainment at a lower rate. ഈ പറയുന്ന രീതിയിൽ ഇവരത് ഏറ്റെടുത്ത് നടത്തുന്നത് വഴി അല്ലേ, ന്യൂസുകളെ, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകളൊക്കെ കുറഞ്ഞ റേറ്റിൽ പബ്ലിക്കിന് കിട്ടുന്നതിന് ഇതവരെ സഹായിക്കുന്നു. കാരണം എന്തായിരിക്കും? എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് ഇത്ര എമൗണ്ടുകൾ ചിലവാകും അല്ലേ. അപ്പോൾ അത് ആരിൽ നിന്ന് മേടിക്കണം? ഇപ്പം ഞാനാണ് എൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് എങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് മേടിക്കണം. പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് മേടിക്കുന്ന എമൗണ്ട് കുറച്ച് മേടിക്കുന്നു. കാരണം എന്തായിരിക്കും? അത് ഏറ്റെടുത്ത് നടത്താൻ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ തയ്യാറാകുന്നത് വഴി എന്ത് ചെയ്യുന്നു? നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? താരതമ്യേന കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് ഇൻസെൻറ്റീവ്സ് ടു വർക്ക്. അഡ്വർടൈസിംഗ് ഈസ് ഗ്രേറ്റ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ്. നമുക്കറിയാം അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. പീപ്പിൾ ആർ ഇൻഡ്യൂസ്ഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് ഏൺ മോർ ടു ബൈ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് ബ്രോട്ട് ടു ദെയർ നോളജ് ത്രൂ അഡ്വർടൈസ്മെന്റ്. എന്നവിടെ പറഞ്ഞേക്കുന്നത് അഡ്വർടൈസ്മെന്റ് വഴി അത്യാവശ്യം എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നം മേടിക്കണം, ഏതാണ് ഹെൽത്തി അൺഹെൽത്തി എന്നൊക്കെ അറിയാവുന്നത് വഴി എന്ത് ചെയ്യുന്നു? ആ ഒരു സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് പ്രയത്നിക്കുന്നതിനും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനും ജോലിയിൽ ഏർപ്പെടുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നു. ഇനി അടുത്ത അഞ്ചാമത്തെയാണ് ആർട്ട് ആൻഡ് കൾച്ചർ. അഡ്വർടൈസിംഗ് പ്രൊമോട്ട് ക്രിയേറ്റീവ് സ്കിൽസ് ഓഫ് ദ പീപ്പിൾ റിക്വയർഡ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് അഡ്വർടൈസ്മെന്റ്. അതുപോലെ തന്നെ എന്താ? അഡ്വർടൈസ്മെന്റ് എപ്പോഴും എന്താ? ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നു. കൊമേഴ്സ്യൽ ആർട്ട് ഈസ് ലാർജ്ലി ക്രിയേഷൻ ഓഫ് ദ അഡ്വർടൈസ്മെന്റ്. വാണിജ്യപരമായിട്ടുള്ള ആർട്ടുകളെല്ലാം എന്ത് വേണം? അഡ്വർടൈസ്മെന്റ് മേക്കപ്പ് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്താണ് എന്റർടൈൻമെന്റ്. അഡ്വർടൈസിംഗ് ഓൾസോ പ്രൊവൈഡ് എന്റർടൈൻമെന്റ് ടു ദ പബ്ലിക്. പബ്ലിക്കിന് പൊതുവെ എന്താ? ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലും ആരെ പ്രയോജനപ്പെടുത്താറുണ്ട്? അഡ്വർടൈസ്മെന്റിനെ പ്രയോജനപ്പെടുത്താറുണ്ട്. മെനി സ്പോൺസേഴ്സ് പ്രോഗ്രാംസ് ഓൺ റേഡിയോ ആൻഡ് ടെലിവിഷൻ ആർ വെരി പോപ്പുലർ ഡ്യൂ ടു ദർ എന്റർടൈൻമെന്റ് ആൻഡ് ആർട്ടിസ്റ്റിക് നേച്ചർ. അതുപോലെ തന്നെ
സ്പോൺസേഴ്സുകൾ കൂടുതലായിട്ടും റേഡിയോ വഴിയും ടെലിവിഷൻ വഴിയും ഒക്കെ അവരുടെ ഉൽപ്പന്നം പോപ്പുലറൈസ് ചെയ്യുന്ന എന്താ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് നേച്ചറിൽ ആണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് പ്രധാനമായിട്ടും 3 ഉണ്ട്. ഏതാ? ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സ്, ഇമ്പോർട്ടൻസ് ടു സൊസൈറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് ടു മാർക്കറ്റ്. 3 പിന്നെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി പോയിന്റുകൾ കൃത്യമായിട്ട് ബൈഹേർട്ട് ചെയ്യുക. പോയിന്റ് പഠിക്കാതെ നിങ്ങൾ ഈ സബ്ജക്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പോയിന്റുകൾ ബൈഹേർട്ട് ചെയ്യുക കേട്ടോ. ഇനി പോയിന്റുകൾ കിട്ടുന്നില്ല എന്ന് വരെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വേണമെങ്കിലും ഇട്ടുതരാം. അപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നോട്ട് പ്രിപ്പയർ ചെയ്യുക. ക്ലാസ്സിൽ വാട്സപ്പ് അക്കൗണ്ടിലോട്ട് സെൻഡ് ചെയ്ത് തരിക. സെൻഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ പേരും കൂടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.